ഓക്കെ. തീ കെട്ടത് ഇതാ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാണ്, കാരണം കൈ പൊള്ളാൻ സാധനം ഇതാ വേറെ അടിച്ചിരിക്കുക ആ വെള്ളപ്പൊഫ് എന്ന് പറയുന്നത്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുൺഗോപി. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് LPG സിലിണ്ടറുമായി ബന്ധപ്പെട്ടും LPGയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ കണ്ടതാണ്. ഇന്ന് LPGയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ വന്നത്. ഇത് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം. കാര്യം ഇതാണ്: നമ്മൾ പലപ്പോഴും ഒരു സിലിണ്ടറിന് തീപിടിച്ച് കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് കെടുത്താൻ പറ്റുമോ എന്നൊരു സംശയം സാധാരണ പലരും ചോദിക്കാറുണ്ട്. എൻ്റെ പല വീഡിയോയുടെ കീഴിൽ പലരും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വെള്ളം ഉപയോഗിച്ച് കെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു സിലിണ്ടർ അതുപോലെ അങ്ങ് വെള്ളത്തിലേക്ക് മുക്കി കഴിഞ്ഞാൽ തീ അണയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ തീ അണയില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഏതായാലും വീഡിയോ നമുക്ക് കാണാം, അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും വെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെ കെടുത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് കാണിക്കാനുള്ള വീഡിയോ കാണാം. വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. തൽക്കാലം നമ്മളൊരു സിലിണ്ടറിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ തീ അതിന് കൊടുക്കുന്നു. ഓക്കെ, തീ ആളിക്കത്തുന്നുണ്ട്. വെള്ളത്തിൽ മുക്കി നോക്കി, ബക്കറ്റിൽ നിറയെ വെള്ളമാണ്, വെള്ളത്തിൽ മുക്കി നോക്കി, പക്ഷേ കെട്ടില്ല. വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് ചെയ്യാം. ഇതാ ഒന്നുകൂടെ മുക്കി നോക്കി, പക്ഷേ തീ വെള്ളത്തിന് മുകളിലാണ് വരുന്നത്. പിന്നെ അത് റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ തീ കെട്ടത്. ഇതാ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഇതാ നമ്മൾ അതിൽ മുക്കി പിടിക്കുക, കാരണം റിസ്ക്കാണ്, കാരണം കൈ പൊള്ളാൻ സാധനം. മുക്കി പിടിച്ചിട്ടും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും തീ അണഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടാണ് അണച്ചത്. ഇനി നമുക്ക് ഇത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, വെള്ളം മുക്കി കഴിഞ്ഞാൽ അത് എന്തായാലും വെള്ളത്തിൽ മുക്കിയിട്ട് അണക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലായത്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഓക്സിജൻ സമ്പർക്കം ഇല്ലാതാക്കിയിട്ടാണ് തീ അണക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു ഇതേപോലെ റെഗുലേറ്ററിൽ തീ കൊടുത്തിട്ട് നമുക്ക് അത് കൈ കൊണ്ട് പൊത്തിയിട്ട് പിടിക്കുന്ന കാണിക്കാം. നോക്കാം. ഇതാ കൈ കൊണ്ട് പൊത്തി പിടിച്ചു, അത് ഓഫ് ചെയ്തു. ഇനി നോക്കാം, നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. അത് തീ കൊടുത്തതിന് ശേഷം ഇതാ വിരലുകൊണ്ട് പൊത്തി പിടിച്ചു. പക്ഷേ വേറെ കാര്യമുണ്ട്, അത് കൈ കൊള്ളാതെ നോക്കണം. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ചിട്ട് കിടത്തുന്നതൊന്ന് കാണാം. ഇത്ര ഇത് ചെയ്തത് കാർബൺ ഡൈ ഓക്സൈഡാണ് അടിച്ചിരിക്കുക. ആ വെള്ളപ്പൊഫ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് അതെടുത്ത് കിടത്തുകൊള്ളു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ കാര്യം പിടികിട്ടിയതാണ്. വെള്ളം ഉപയോഗിച്ചിട്ട് എന്തായാലും നമുക്ക് തീ അണക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല പ്രഷറിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് തീ അണക്കാനും പറ്റും. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: വെള്ളം ഉപയോഗിച്ചിട്ട് LPG സിലിണ്ടറിന് പിടിച്ച തീ അത്ര പെട്ടെന്ന് അണക്കാൻ പറ്റില്ല. പക്ഷേ അണക്കാൻ പറ്റും. വളരെ പ്രഷറിൽ ഒരു സിലിണ്ടറിന് തീ പിടിച്ചു കഴിഞ്ഞാൽ, വളരെ പ്രഷറിൽ വെള്ളം ചീറ്റി കഴിഞ്ഞാൽ, ആ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഓക്സിജൻ സാന്നിധ്യമില്ലാതായാൽ തീ അണയാൻ സാധ്യതയുണ്ട്. അത് വളരെ പ്രഷറിൽ കൊടുക്കണം. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഒരു തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൈ കൊണ്ട് പൊത്തി പിടിച്ചിട്ട് ആ ഒരു തീ അണച്ചിട്ടുണ്ട്. അത് ചെയ്തത് ഇത്രയേ ഉള്ളൂ. അവിടെയുള്ള ഓക്സിജൻ സാന്നിധ്യം ഇല്ലാതാക്കിയിട്ടാണ് തീ അണച്ചത്. കൂടാതെ മറ്റൊരു സംഭവം കണ്ടത് നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ചിട്ടാണ് ആ തീ അണച്ചത്. കാർബൺ ഡൈ ഓക്സൈഡ് അടിക്കുമ്പോൾ അവിടെയുള്ള ഓക്സിജൻ സാന്നിധ്യം ഇല്ലാതൊന്നും തീ അണയുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും പലരും ചെയ്യാറുണ്ട്. പല ഗ്യാസ് സിലിണ്ടർ ലീക്കായി കഴിഞ്ഞാൽ അവർ ആ ലീക്കായ സിലിണ്ടർ എടുത്ത് കിണറിലിടുന്ന അവസ്ഥയൊക്കെയുണ്ട്. അത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് പഠിച്ചത് നമുക്കറിയില്ല. എന്നാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇനി അഥവാ സിലിണ്ടറിന് തീ പിടിച്ച് കഴിഞ്ഞാൽ അതെടുത്ത് തോട്ടിലേക്ക് എറിയുക, അങ്ങനെയുള്ള അവസ്ഥയൊന്നും ചെയ്യരുത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് സമയാസമയം ലഭിക്കും. വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ വീഡിയോ ഇതേ ചാനലിലുണ്ട്, വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.